നമസ്കാരം. ഇപ്പോൾ നമ്മൾ ചൈനയിലാണുള്ളത്. ചൈനയിൽ ഒരു സിറ്റിയിൽ നിന്നും മറ്റൊരു സിറ്റിയിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അമ്പരചുംബികളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഒരു ബസ്സിലാണ് നമ്മളെ യാത്ര. ഈ ബസ്സിലിരിക്കുന്നത് മിക്കവാറുള്ള എല്ലാവരും പാകിസ്ഥാനികളാണ്. ഇന്ത്യക്കാരായിട്ട് ഞാൻ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. ഇപ്പോൾ ചൈനയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ടൗൺഷിപ്പുകളാണ് കൂടുതലും. ഒരു ബിൽഡിങ്സ് ഒരേപോലുള്ള ഒരുപാട് ബിൽഡിങ്സ് ഒരുമിച്ചാണ് ഇവർ പണിയുന്നത്. നമ്പർ ഇട്ടിരിക്കുന്നുണ്ടോ? അതേപോലെ 11 നമ്പർ കണ്ടിരിക്കുന്നത്. അതേപോലെ ഒരു 30-40 ബിൽഡിങ്സ് ഒരുമിച്ചാണ് ഓരോ സ്ഥലത്തും ഒരുമിച്ചാണ് ഇത് പണിയുന്നത്. ഒരേ രീതിയിലായിരിക്കും. അകത്ത് കയറിയാലും പുറത്ത് നോക്കിയാലും എല്ലാം ഒരേപോലെ ഇരിക്കും ഈ ബിൽഡിങ്സ് എല്ലാം. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിങ്ബോ എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യു എന്നുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടുന്ന് നിങ്ബോ എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം മലയും കുന്നും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൊച്ചു കൊച്ചു ഗ്രാമങ്ങളൊക്കെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ എക്സ്പ്രസ് ഹൈവേ അതിന് മുകളിലൂടെ ആരെയും തടസ്സപ്പെടുത്താതെ ഇങ്ങനെ നീണ്ടിങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ ഒരു ഫെയർ അറ്റൻഡ് ചെയ്യാനാണ് പോകുന്നത്. ഈ ഫെയർ കണ്ടക്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു അസോസിയേഷനാണ്. അതായത് അവരാണ് നമുക്കുള്ള യാത്രാ എക്സ്പെൻസുകളും അല്ലാത്ത ഫുഡ് അക്കോമഡേഷൻ എല്ലാം നോക്കുന്നത് അവരാണ്. അപ്പോൾ അങ്ങനെയാണ് ചൈനയിൽ ആളുകളെ കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളിവിടെ ഏജൻസാണ്. അപ്പോൾ നമ്മൾ ഏജൻസിനെ അവരിങ്ങനെ കെയർ ചെയ്ത് നമ്മളെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യിപ്പിക്കാനും പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് അവിടുത്തെ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ഇതിനടിയിലെല്ലാം മെട്രോ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ ചെന്നിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും. ഇവിടെ ചെയ്തിട്ട് നാളെയാണ് നമ്മുടെ പരിപാടിയുള്ളത്. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. എൻ്റെ കാർഡെല്ലാം കിട്ടി. എനിക്ക് 6ാമത്തെ നിലയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. 6ാമത്തെ നിലയിലാണ് എൻ്റെ റൂം വരുന്നത്. അപ്പോൾ ഈ ഹോട്ടലിനെ കുറിച്ച് ജസ്റ്റ് ഓൺലൈനിലൊന്ന് നോക്കിയായിരുന്നു. അത്യാവശ്യം നല്ല റൂം എക്സ്പെൻസ് വരുന്ന ഹോട്ടലാണിത്. ഏകദേശം ഒരു 4000 രൂപ ഒക്കെ നമുക്ക് ഡെയിലി ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് എക്സ്പെൻസ് വരുന്ന റൂമാണ്. ഇവർ നമുക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത് ഒരു ദിവസം നമുക്ക് താമസിക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള ഫെയറും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഫെയറിലെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാൻ വരവേ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന റൂം 610 അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ 610 റൂമിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ പ്രോപ്പർട്ടിയാണ് ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ഹോട്ടലാണിത്. ഞാനപ്പോൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. നല്ല ഒന്നാം തരം റൂമാണ്. എനിക്ക് ഇത് 2 ബെഡ്റൂമുള്ള റൂമാണെങ്കിലും ഞാൻ മാത്രമേ ഈ റൂമിൽ താമസിക്കുന്നുള്ളൂ. അപ്പോൾ അവർ നമ്മൾ ചോദിച്ചിരുന്നു കേട്ടോ ആദ്യം തന്നെ നമുക്ക് എത്ര പേര് ഉണ്ട് റൂമിൽ, നിങ്ങളുടെ കൂടെ ആരെങ്കിലും താമസിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച ഇങ്ങനെയൊക്കെയാണ്. അതായത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കറക്റ്റ് സൺസെറ്റിൻ്റെ സമയത്താണ്. ഏകദേശം ഒരു 5 മണി ആയിട്ടില്ല. 5 മണി ആകുമ്പോൾ ഇവിടെ ഇരുട്ടും. അപ്പോൾ ഒരു 4:45 ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം സമയം. അപ്പോൾ നമ്മുടെ റൂമൊന്ന് മൊത്തത്തിലൊന്ന് ആദ്യം ഒന്ന് കാണാം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടുത്തെ ബാത്റൂമ് ഇതാണ് നമ്മുടെ ക്ലോസറ്റ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ നമുക്ക് കുളിമുറിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്ത റൂമുകളായിട്ടാണ്. പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹെൽത്ത് ഫോസറ്റ് വെച്ചിട്ടില്ല. മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ചൈനയിൽ ഒരു റൂമിലും ഇത് കണക്കുള്ള ഹെൽത്ത് ഫോസറ്റ് കിട്ടില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു. നേരെ നമ്മൾ ഫെയറിലേക്ക് പോവുകയാണ്. അവരുടെ ബസ് തന്നെ വന്നിട്ടുണ്ട് നമ്മളെയൊക്കെ പിക്ക് ചെയ്യാനായിട്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഫെയർ നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇവരെല്ലാവരും നമ്മളെയാണ് ഈ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ബാനറൊക്കെ പിടിച്ച് നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇവർക്ക് ഇൻ്റർനാഷണൽ ഗസ്റ്റ് ആണല്ലോ നമ്മൾ. അപ്പോൾ ഇവിടെ എൻ്റെ കൂടെ കുറച്ച് പാകിസ്ഥാനികളുണ്ട്. ഇന്ത്യക്കാർ 1 2 പേരോ മാത്രമേ ഉള്ളൂ. അവരും നോർത്ത് ഇന്ത്യക്കാരാണ്. ഇൻ്റർനാഷണൽ ഫെയർസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇത്. വലിയൊരു ഹാളാണിത്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് നമ്മളുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. നമുക്കൊരു VIP പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇൻ്റർനാഷണൽ ഗസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മളാണ് ഇവിടുത്തെ VIP ഇന്ന്.
അപ്പോൾ നമ്മൾ ഈ ബാഡ്ജൊക്കെ ഇട്ടിട്ട് നേരെ അകത്തോട്ട് കയറുകയാണ്. അതായത് ബാത്റൂം ആക്സസറീസിൻ്റെയും കിച്ചൺ ആക്സസറീസും അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഇന്ന് ഫെയറിലുള്ളത്. പിന്നെ ഹാർഡ്വെയർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ അവരുടെ ഫെയറിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്, അവരുടെ സ്റ്റാളിലേക്ക് നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പം ഫുൾ കണക്കുള്ള ബാത്റൂം ആക്സസറീസും പിന്നെ ഇത് കിച്ചൺ സിങ്കാണ് ഈ കാണുന്ന ഭാഗങ്ങൾ, പല ടൈപ്പ് കിച്ചൺ സിങ്ക്. പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഈ ടൈപ്പ് കിച്ചൺ സിങ്ക് ഉപയോഗിക്കുന്നതല്ല. എന്നെ പരിചയപ്പെടുത്തിയത് ഒരു പുതിയ കോൺസെപ്റ്റാണ്. ഈ നമ്മൾ നാട്ടിൽ സെറാമിക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാറുണ്ടല്ലോ, ഏതാണ് വാഷ് ബേസിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പ്ലാസ്റ്റിക്കും വേറൊരു മെറ്റീരിയലും കൂടെ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോട്ട്സ് അല്ല, വേറൊരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ഒരു പുതിയ കോൺസെപ്റ്റാണ്. അവരുടെ പല പല കളറുകളുണ്ട് അതിനകത്തുണ്ട്. അപ്പോൾ ഞാനായി സെറാമിക് നാട്ടിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് യൂസ് ചെയ്ത് നോക്കി. ഇതൊരു പ്ലാസ്റ്റിക് എഫക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കോസ്റ്റ് എഫക്റ്റീവും ആണെന്ന് തോന്നുന്നു. പിന്നെ ലോങ് ലാസ്റ്റിങ് ആ കളറിൻ്റെ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് കാണാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിററുകളുണ്ട്, പിന്നെ ഈ സെൻസർ ടാപ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ടാപ്പ് ഐറ്റംസ് ഉണ്ടല്ലോ, സ്റ്റീൽ ടാപ്പൊക്കെ. ഈ ടാപ്പൊക്കെ നമ്മുടെ നാട്ടിൽ ഇവിടുന്ന് തന്നെയാണ് വരുന്നത്. ഇത് ഹാങ്കർ നമ്മുടെ തുണിയൊക്കെ തൂക്കുന്ന ടൈപ്പ് ഒരു ഹാങ്കറാണ് ഈ കാണുന്നത്. അതുപോലെ പല ടൈപ്പ് ഡ്രൈനേഴ്സാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതൊക്കെ പ്ലംബിംഗ് പ്രോഡക്റ്റ്സ് ആണ്. ഇതൊക്കെ നമുക്ക് നാട്ടിൽ ഞങ്ങൾ ഹോൾസെയിലായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ചൈനയിൽ നിന്ന് ബൾക്കായിട്ട് നിങ്ങൾക്ക് ഇറക്കണമെങ്കിലും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഇത് കുഞ്ഞു നെട്ടുകളാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു വലിയ കമ്പനികൾ നടത്തുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞു നെട്ടുകളാണെങ്കിൽ പോലും ഇതൊരു വലിയ രീതിയിൽ ഒരു കമ്പനിക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള ബിസിനസ് ഇതിനകത്തുണ്ട്. അതായത് ലോകം മൊത്തമാണല്ലോ വേറൊരു ഐറ്റം ഇവിടെ ഇല്ല, ലോകം മൊത്തമാണല്ലോ ഇവരിത് മാർക്കറ്റ് ചെയ്യുന്നത്. അതാണല്ലോ ചൈനയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇതൊരു ലൈവ് സെക്ഷനാണ്. അപ്പോൾ ഈ നമ്മുടെ ടാപ്പുകളുടെയൊക്കെ ലൈവ് സെക്ഷനാണ് ഈ കാണുന്നത്. അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ ബട്ടൺസിൽ ഞെക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് വെള്ളം വരുന്നത്, അപ്പോൾ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ള ഒരു ലൈവ് സെക്ഷനാണ് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് നോക്കുന്നുണ്ട്. കയ്യിലൊക്കെ ഇട്ടിരിക്കുന്നത് നോക്കണ്ട, അത് ഭയങ്കര തണുപ്പാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ കയ്യിലൊക്കെ നമ്മുടെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ് ഇവിടെ ഈ പറയുന്ന ഫെയറുകളൊക്കെ നടത്തുന്നത്. ഇതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽസ്, ഷവറും ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ നാട്ടിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊക്കെയുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് രാജ്യത്തേക്കും ഇങ്ങനെയുള്ള എന്ത് പ്രോഡക്ട്സും നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിലായിട്ട് ഒരു പീസാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഇന്ത്യയിൽ നമുക്ക് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാനുഫാക്ചേഴ്സാണ്. പല പല പ്രോഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സുകളുടെ സ്റ്റാൾ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. ചിലവർക്കൊക്കെ ചെറിയ ഞെട്ടുകളൊക്കെ കാണത്തുള്ളൂ. നെട്ടും ബോൾട്ട്സും ഒക്കെ ചെറിയ അങ്ങനെയുള്ള സാധനങ്ങളെ കാണത്തുള്ളൂ. അപ്പോൾ അതെല്ലാം അവരുടെ പ്രോഡക്റ്റ്സാണ്. അവരത് കൊണ്ടുവന്ന് ഇവിടെ സ്റ്റാളിലിട്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഹാർഡ്വെയറിൻ്റെ ഏരിയ കേട്ടോ. ഞാൻ പ്ലംബിംഗ് പ്രൊഡക്ട്സുകളുടെ ഏരിയയിൽ നിന്ന് ഇപ്പോൾ മാറി ഹാർഡ്വെയറിൻ്റെ ഏരിയയിലാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അതായത് ഇപ്പോൾ കുറേ ഏരിയകളുണ്ട് ഇവിടെ. പ്ലംബിംഗ് സാധനങ്ങളുടെ ഉണ്ട്, ഹാർഡ്വെയറിൻ്റെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലാമ്പുകളാണ്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഇത്ര വലിയൊരു ഇൻഡസ്ട്രി ആണെന്നുള്ളത്, അല്ലേ? ഒരു കുഞ്ഞു ക്ലാമ്പുകളൊക്കെ ആണെങ്കിൽ തന്നെ എത്ര വലിയ കമ്പനികളാണ് ഇത് ചെയ്യുന്നത്. ഈ ഷവറുകളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഷവറുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന ട്യൂബുകളൊക്കെ ഉണ്ടല്ലോ, ആ ട്യൂബുകളൊക്കെ കാണുന്നത് തന്നെ 5 നില 10 നിലയുള്ള വലിയ കമ്പനികളൊക്കെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഞാനിതിൻ്റെ കമ്പനികളിൽ പോയിട്ടുണ്ട്. അപ്പം ഒരു ഷവറിൻ്റെ ട്യൂബ് ഉണ്ടാക്കുന്നതൊക്കെ 5 നില കമ്പനിയൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന സാധനമാണ്, അയൺ ബോക്സ്, പഴയ അയൺ ബോക്സ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ അത് ഇവിടുന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോഴും ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ചൈനയിൽ എന്തായാലും അതിൻ്റെ ആവശ്യം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തില്ല. അപ്പോൾ അത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതേപോലെയാണ് ഇവിടെ ഓരോ പ്രോഡക്ട്സും വേൾഡാണ് ഇവരുടെ മാർക്കറ്റ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നിട്ട് ആ ഒരു കുഞ്ഞു ഏരിയകളിൽ, അതായത് ഇപ്പോൾ ചെറിയ പ്രൊവിൻസ്, അതായത് നമ്മളിപ്പോൾ എറണാകുളം, ആലപ്പുഴ ഒക്കെ ചേരുന്ന ഒരു പ്രൊവിൻസ് പോലെ
അവർ ആ ഏരിയയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സുകളെല്ലാം ലോകത്തെ പരിചയപ്പെടുത്താൻ ഇങ്ങനെയൊക്കെയുള്ള ഫെയറുകൾ നടത്തും. ഈ കാണുന്നത് നമ്മൾ സാധനങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ബിസിനസ് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയിപ്പോൾ പോകുന്നത് ഇവിടുന്ന് ഇവരുടെ കൂടെ തിരിച്ചു പോകുന്നില്ല, പകരം ഞാൻ വേറൊരു ഏരിയയിലേക്ക് പോവുകയാണ്. ഞാൻ സ്വന്തമായിട്ട് ടാക്സി എടുത്ത് ഞാൻ വേറൊരു ഏരിയയിലേക്ക് പോകണം. ആ ഫ്രണ്ടിൽ നടക്കുന്ന ആൾ നമ്മുടെ വന്ന ആ ബസ്സിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ പുള്ളീനെ ഞാൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്, കാരണം എൻ്റെ ബാഗ് ആ വണ്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് എടുക്കണം. ഇതൊരു ഭയങ്കര കിടില ഏരിയ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവർ. അതായത് നമ്മളെപ്പോലുള്ള ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഗവൺമെൻറ് ചെയ്തു കൊടുത്തിരിക്കുന്ന ഭയങ്കരം ബിൽഡിങ്ങുകളാണ് ഇവിടെ. പല ബിൽഡിങ്ങുകളും ശരിക്കും ഈ സമയത്ത് നമ്മൾ പോകുമ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഡ്രൈവറിൻ്റെ പുറകിൽ അന്യഗ്രഹ ജീവിയെ പോലെ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് എന്താ ഇവൻ കാണിക്കുന്നതെന്നുള്ളത്. ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കയ്യിൽ ഗ്ലൗസ്, ജാക്കറ്റ് എന്തൊക്കെയായിട്ടിരിക്കുന്നത് എനിക്ക് തന്നെ അറിയാൻ വയ്യ. എന്നിട്ട് തന്നെ നിൽക്കാൻ വയ്യ, ഭയങ്കര തണുപ്പ്. കുത്തി കയറാണ്. ഇപ്പോൾ ഒരു 0 ഡിഗ്രി അങ്ങ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ കുറേ നടന്ന് നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ബാഗ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ബാഗ് എടുത്തിട്ട് എനിക്ക് നേരെ ഒരു ടാക്സി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാക്സി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞൻ കാറിലാണ് നമ്മൾ പോകുന്നത്. ഈ കാറ് കണ്ട് ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. അപ്പോൾ ഈ ഒറ്റ ഡോറുള്ള ഒരു സൈഡിൽ ഒരു ഡോർ മാത്രമുള്ള ഈ കാറിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അയാൾക്ക് കുഞ്ഞു കാറുകളോട് ഭയങ്കര താല്പര്യമുള്ള ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി വേറൊരു കുഞ്ഞു കാർ ഡാഷ്ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് വേറൊരു സിറ്റിയിൽ പോകണം. ഇവിടുന്ന് ഒരു 10-60 കിലോമീറ്റർ ഉണ്ട് ആ സിറ്റിയിൽ. ഇന്ന് അവിടെ പോയി ഒരു സ്റ്റേ അടിക്കുക എന്നുള്ളതാണ് ഇന്നെൻ്റെ പരിപാടി. നാളെ എനിക്ക് 1-2 മീറ്റിങ്സ് ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കുഞ്ഞൻ കാറാണെങ്കിലും ഇതിൻ്റെ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട് കേട്ടോ. ഏകദേശം 200-220 കിലോമീറ്റർ റേഞ്ച് ഈ ഒരു കുഞ്ഞ് കാറ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഓപ്ഷൻസ് എല്ലാം ഇതിനകത്തുണ്ട്. എന്തൊക്കെയാണ് ഈ കാറിൽ കുത്തി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എല്ലാ സംഭവങ്ങളും ഉണ്ട്, ക്ലിപ്പും പൂക്കളും എല്ലാം. അത്യാവശ്യം 2 പേർക്ക് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റും, വലിയ കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റും. ഒരാൾ ഇറങ്ങിക്കൊടുത്താലേ അകത്ത് കയറാൻ പറ്റുമെന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഇതിനകത്ത്. വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല ഈ വണ്ടിയിൽ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോൾ വീണ്ടും ഒരു എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാലം ക്രോസ് ചെയ്ത് നമ്മൾ പോവുകയാണ്. ഈ പാലങ്ങളൊക്കെ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാലങ്ങളൊക്കെയാണ് ഇവർ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ചൈനയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് 2 ടൈപ്പ് നമ്പർ പ്ലേറ്റുകളാണ് കേട്ടോ. ഒന്ന് ഈ പറയുന്ന നീല നമ്പർ പ്ലേറ്റ്, ഈ കാണുന്ന നീല നമ്പർ പ്ലേറ്റാണ്. പിന്നെ കാണുന്നത് പച്ച നമ്പർ പ്ലേറ്റാണ്. നമ്മളിപ്പോൾ പോകുന്ന വണ്ടിക്ക് പച്ച നമ്പർ പ്ലേറ്റാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ തീരുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്, അപ്പോൾ കാണാം. അപ്പോൾ ഈ നമ്പർ പ്ലേറ്റിൻ്റെ വ്യത്യാസം, ഈ നീല നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി പെട്രോൾ വണ്ടിയാണ് അല്ലെങ്കിൽ ഡീസൽ വണ്ടിയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ പച്ച നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ EV നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ പച്ച നമ്പർ പ്ലേറ്റ് ആയിരിക്കും. എങ്ങോട്ട് പോയാലും നമുക്ക് ഒരുപാട് പാലങ്ങളും ഇതേപോലെ കുറേ ടണൽസും നമുക്ക് കിട്ടും. ടണൽസ് ഇവിടെ ഒരു പുതുമയായിട്ടുള്ള കാര്യമല്ല. ഓരോ ടണൽ കയറിയാലും ഈ ടണൽ, ഇപ്പോൾ ഞാൻ കയറിക്കൊണ്ടിരിക്കുന്ന ഈ ടണൽ ഏകദേശം 6 കിലോമീറ്ററോളം ഉള്ള ടണലാണ്. ഇവിടെ അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാനിതെല്ലാം വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പച്ച നമ്പർ പ്ലേറ്റ്. നാട്ടിലെ കൂട്ട് ഫുൾ പച്ചയല്ല, ഒരു വെള്ള ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ഇതാണ് ഇലക്ട്രിക് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്സ്. അപ്പോൾ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞൻ കാറ് എന്നെ ഇവിടെ ഇറക്കിയിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊരു മടിയും നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ എൻ്റെ ഹോട്ടലിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം നല്ല കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ.